പുല്ലങ്കോട്ട് നമ്പൂതിരി എന്ന ഒരു ഇല്ലം തളിപ്പറമ്പിലുണ്ടായിരുന്നു, മലബാറിൽ തളിപ്പറമ്പിൽ. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, ഉണ്ടായിരുന്നു. അവിടെ ഒരു നമ്പൂതിരി ഞാൻ ഈ പറയുന്ന ഐതിഹ്യത്തിൽ വലിയ ഐതിഹ്യമോ അത്ഭുതങ്ങളോ സംഗതിയോ ഒന്നുമില്ല. മനുഷ്യാവസ്ഥയെ വിവരിക്കുന്ന ഒരു ഐതിഹ്യമാണ്, ചരിത്രമാണെന്ന് നമുക്ക് പറയാം. നടന്നേക്കാവുന്നത് ആയ ഒരു കഥയാണ്. ഈ നമ്പൂതിരിക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ഒടുവിൽ വലിയ പ്രാർത്ഥനയും സംഗതിയൊക്കെ ആയിട്ട് 65-ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് ഒരു മകനുണ്ടാകും. മകൻ ഉണ്ടായി, വലിയ സന്തോഷമായി. 65 വയസ്സിലുണ്ടായില്ല. തറവാട് അന്യം നിന്ന് പോവുക എന്നുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. അങ്ങ് വലിയ സന്തോഷമായി. പുള്ളി ഈ വെണ്ണയൊക്കെ പൂജിച്ച് കൊടുക്കുക, അങ്ങനെ ഓമനിച്ച് വളരെ സൂക്ഷിച്ച് വലിയ ശുശ്രൂഷകളൊക്കെ ചെയ്ത് മകനെ ഇങ്ങനെ വളർത്തി വലുതാക്കി ഈശ്വരചിന്തയിൽ ഇങ്ങനെ കൊണ്ടുവന്നു. ഇവൻ വലുതായി കഴിഞ്ഞപ്പോൾ തലതെറിച്ചവനായി. ഉള്ള കാര്യം പറയുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത്, ഈ ജപിച്ചു കൊടുത്ത വെണ്ണയുടെയോ നെയ്യിൻ്റെയോ എണ്ണയുടെയോ കുളിയുടെയോ ആയുർവേദ മരുന്നിൻ്റെയോ ഒരു ഗുണവും ഈ ചെറുക്കൻ്റെ സ്വഭാവത്തിലില്ല. ഇല്ലെന്ന് മാത്രമല്ല, ഇവന് ചൂതുകളിയിൽ വല്ലാത്ത ഭ്രമം. ചൂതുകളി എന്ന് പറഞ്ഞാൽ ഗാംബ്ലിങ്. ഏത് ഗാംബ്ലിങ്? ചീട്ടുകളി, കാശ് വെച്ചുള്ള ചീട്ടുകളി. പിന്നെ ചേര് ഗീര് എന്നൊക്കെ പറഞ്ഞ് പലവിധ കളികളുണ്ട്. എല്ലാം ഗാംബ്ലിങ്ങാണ്. ഇവൻ ഇതിൻ്റെ പിന്നാലെയാണ് എപ്പോഴും. രാവിലെ എണീക്കില്ല, പല്ല് തേക്കില്ല, കുളിക്കില്ല, മുടി മുറിക്കില്ല. ഒരു മനുഷ്യ സഹജമായ ഒരു കാര്യമില്ല. ഇവൻ വല്ലാതെ നിർബന്ധിക്കാൻ അച്ഛനും അമ്മയ്ക്കും ധൈര്യമില്ല. 65-ാം വയസ്സിലുണ്ടായ മകനാണ്. ഇവർ സാധുക്കളാണ്. അങ്ങനെ ഒരു മറുത്ത് സംസാരിക്കുക, നിൽക്കണം അവിടെ എന്നൊക്കെ പറയുക, വടിയെടുത്തടിക്കുക, അങ്ങനെ ചെയ്യുന്നവരല്ല, സാത്വികരാണ്. മകൻ ഇങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യും? അപ്പോൾ ചൂത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ കാശ് നഷ്ടപ്പെടും. കാശ് നഷ്ടപ്പെട്ട് വഴക്കും ബഹളമൊക്കെ ആയി കഴിയുമ്പോൾ ആൾക്കാർ അച്ഛൻ നമ്പൂതിരിയോട് ചോദിക്കും, നിങ്ങളെ മകൻ ചെയ്താണ്, കാശെടുക്കുന്നത്. ഇദ്ദേഹം കൊടുക്കും. ഇങ്ങനെ കൊടുത്ത് കുടുംബസ്വത്ത് മെല്ലെ വിറ്റ് കാശ് കൊടുക്കേണ്ടി വരുന്നു. നിങ്ങൾക്ക് ഊഹിക്കാവില്ല, കടം ഇങ്ങനെ പെരുകി വരികയല്ലേ. ഇയാൾ ഒരു ഉത്തരവാദിത്വമില്ല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഈ വൃദ്ധനായ നമ്പൂതിരി പറഞ്ഞു, മോനെ, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിൻ്റെ കാര്യം തന്നെ കുഴപ്പത്തിലാകും. എൻ്റെയും അമ്മയുടെയും കാര്യം നീ നോക്കണ്ട. ഞങ്ങളിനി വന്നാലും പോയാലും ഇപ്പം എനിക്ക് 85 വയസ്സായി. ഇനിയിപ്പോൾ എന്ത് വരാനാണ്? ഒന്നും വരാനില്ല. ഞങ്ങൾ നാളെ മരിച്ചു പോകും. നീ ഈ ചൂത് കളിച്ചുള്ള കാശെല്ലാം കൂടെ പോയി നിനക്ക് അവസാനം ജീവിക്കാൻ പോലും വകയില്ലാതാകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്, ഈ ഏടാകൂടമൊക്കെ നിർത്ത് എന്നൊക്കെ വളരെ ശാന്തനായിട്ട് ദയനീയ ഭാവത്തിൽ മകനോട് എരന്ന് യാചിച്ച് പറഞ്ഞു. അവൻ പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ കാരണം ഇനി 5 പൈസയുടെ നഷ്ടം അച്ഛനുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളങ്ങ് ഇറങ്ങിപ്പോയി. തിരിച്ചു വരും. ഇവൻ ഈ സ്വഭാവം നിർത്തും എന്നാണ് പാവം നമ്പൂതിരി വിചാരിച്ചത്. ഇവൻ കടന്നു കളഞ്ഞു, സ്ഥലം വിട്ടു. ഒരു ദിവസമായി, ഒരാഴ്ചയായി, ഒരു മാസമായി, ഒരു വർഷമായി ചെറുക്കനെ കാണുന്നില്ല. എവിടെ കരച്ചിലായി, ബഹളമായി. അയ്യോ അത് പറയണ്ടായിരുന്നു. അപ്പോൾ അന്തർജനം പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞതല്ലേ, സ്വത്ത് പോയാൽ പോട്ടെ എന്ന് വെച്ചാൽ പറയും. അവനോട് മുഷിഞ്ഞ് സംസാരിച്ചുകൊണ്ടല്ലേ അവൻ ഇറങ്ങിപ്പോയത്. നീ കണ്ടുകൊണ്ടിരുന്നില്ല, ഞാൻ മുഷിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു അവനോട്? വളരെ സ്നേഹത്തോടെയല്ലേ പറഞ്ഞു. നിൽക്കലും ഇപ്പോൾ ആ കൂടെ പ്രയാസമായി. ആളുകളും പറയാൻ തുടങ്ങി, ഒരു മകനുണ്ടായിരുന്നു, എന്തോ വഴക്ക് പറഞ്ഞ് ആ നമ്പൂതിരി ഇറക്കി വിട്ടു അവനെ. മഹാഭാവം. അല്ല, അവൻ ചീട്ട് കളിച്ച് കാശൊക്കെ. ശരി, ആയിക്കോട്ടെ, ചെറുപ്പമല്ലേ, അങ്ങേർക്ക് വസ്തു ഇഷ്ടം പോലെ ഉണ്ടല്ലോ, കുറച്ച് വസ്തു പോയാൽ തന്നെ ഇങ്ങനെ ചെറുക്കനെ ഉപേക്ഷിക്കാം. ഇങ്ങനെയൊക്കെ അപവാദമൊക്കെ ആയി. ഒന്നും പറയണ്ട. അച്ഛനാകെ വിഷമത്തിലായി. ഇവൻ നേരെ തെക്കോട്ട് വെച്ച് പിടിച്ചു. തളിപ്പറമ്പിൽ നിന്ന് നേരെ തെക്കോട്ട് പോയാൽ തിരുവനന്തപുരമാണ്. അപ്പോൾ ആ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതുകയാണ്, ഈ ചൂതുകളി ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമാണല്ലോ തിരുവനന്തപുരം. മനസ്സിലായില്ലേ? തിരുവനന്തപുരം പണ്ടേ ഇതിനെ പറ്റിയൊരു സ്ഥലം. അവിടെ ഇല്ലാത്ത കലാപരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇയാൾ തിരുവനന്തപുരത്ത് ഈ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കുറേ ചിട്ടകളൊക്കെ ഉണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ബ്രാഹ്മണൻ ഹീറോയാണ്. ബ്രാഹ്മണന് ഡെയിലി ഒരു പണം, പിന്നെ ഫ്രീ ചോറ്, അങ്ങനെ എന്തൊക്കെയോ ബ്രാഹ്മണർക്ക് മറ്റേ കുറേ ഉണ്ടല്ലോ, അവരുടെ മുറജപം എന്ന് പറഞ്ഞാൽ അതിന് സ്പെഷ്യൽ. ഇങ്ങനെയൊക്കെ ബ്രാഹ്മണന്മാർക്ക് കുശാലാണ് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കയ്യിൽ പോയിട്ട് കഴിഞ്ഞാൽ. ഇയാൾ നോക്കിയപ്പോൾ ഇത് കൊള്ളാമല്ലോ, ഫ്രീ ശാപ്പാട് കിട്ടും, ഇതുകൂടാതെ കളിക്കാൻ കാശും കിട്ടും.
ഓരോ ദിവസവും ഓരോ പണം മതിയല്ലോ. അങ്ങനെ ഇദ്ദേഹം നമ്മുടെ പുഷ്പാഞ്ജലി സ്വാമിയാർന്ന് പറഞ്ഞ് നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശം മിത്രാനന്തപുരം ക്ഷേത്രമുണ്ടല്ലോ, അത് പുഷ്പാഞ്ജലി സ്വാമിയാരുടെ കസ്റ്റഡിയിലായിരുന്നു അന്ന്. ഇന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കസ്റ്റഡിയിലായി. പുഷ്പാഞ്ജലി സ്വാമിയാർ അവിടെ എന്തോ ഇപ്പോഴത്തെ പുഷ്പാഞ്ജലി സ്വാമിയാർ അവിടെ സത്യാഗ്രഹിക്കുകയോ എന്തൊക്കെയോ കുഴപ്പമൊക്കെ ഉണ്ടാക്കി. പിന്നെ എന്തായെന്നറിയില്ല, കുറച്ച് വർഷം മുമ്പാണ്. അപ്പോൾ അന്നുണ്ടായിരുന്ന പുഷ്പാഞ്ജലി സ്വാമിയാരുടെ കൂടെ ഇയാൾ താമസമാക്കി. അവിടുത്തെ കുറേ ശാന്തിക്കാരൊക്കെ ഉണ്ട്, ചീട്ട് കളിക്കാൻ അറിയാവുന്നവർ. അപ്പോൾ അവർക്കും സന്തോഷമായി. ഒരു കൂട്ടായില്ല. വടക്കുന്ന് വന്നൊരു നമ്പൂതിരി മിടുക്കന അല്ല കളി, വെറ്റില മുറുക്കുക, കളിക്കുക. പിന്നെ ശാന്തിയായിട്ട് ഇങ്ങനെ ഡെപ്യൂട്ടി ശാന്തിയായിട്ടൊരു ജോലിയൊക്കെ കിട്ടി. അതിൻ്റെ ചില്ലറ ശമ്പളവും സംഗതിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ചീട്ടുകളി. ചീട്ടുകളി ഇത് കിട്ടിയത് തികയില്ലല്ലോ. ഇതിന് ഈ ഗാംബ്ലിങ്ങിൻ്റെ ഒരു സംഭവം 100 രൂപ ഉണ്ടെങ്കിൽ കുശാലായിട്ട് നമുക്ക് കളിക്കാമെന്ന് തോന്നും. 100 രൂപ ഷൂ അങ്ങ് തീരും, പിന്നെ കയ്യിലൊന്നുമില്ല, പിന്നെ കടം മേടിക്കുക. ഇതാണ് ഈ ചൂതുകളിയുടെ സ്വഭാവം. ഇയാൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ പെട്ടിയിൽ നിന്ന് കുറേശ്ശെ കാശ് മോഷ്ടിക്കാൻ തുടങ്ങി. ചേടാ, പുഷ്പാഞ്ജലി സ്വാമിയാരെ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു കുടുംബത്തിലെ ചെറുക്കനാണ്, അവനാണ് മോഷ്ടിക്കുന്നത്. പുഷ്പാഞ്ജലി സ്വാമിയാർക്ക് മനസ്സിലായി. ഇപ്പോൾ എന്താ ചെയ്യുക, മഹാരാജാവിനോട് പരാതി പറയാം. പരാതി പറഞ്ഞാലും അന്നത്തെ കാലത്തിൻ്റെ ലോജിക്ക് വെച്ച് ഒരു മഹാബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ മകനെ പറ്റി പരദൂഷണം പറഞ്ഞു എന്നൊരു ദോഷം തിരിച്ചു വന്നെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ. പുഷ്പാഞ്ജലി സ്വാമിയാരൊന്നും മിണ്ടിയില്ല. പക്ഷേ ഇത് അദ്ദേഹത്തിന് പല ശിഷ്യന്മാരുണ്ട്. ഇവർ ചെവിക്ക് ചെവി പറഞ്ഞ് മഹാരാജാവിൻ്റെ ചെവിയിലെത്തി. മഹാരാജാവ് നോക്കിയപ്പോഴും നല്ലൊരു കുടുംബത്തിൽപ്പെട്ട ചെറുക്കനാണല്ലോ, എന്താ ചെയ്യുക. ഏതായാലും ഒരു കാര്യം ചെയ്യും, പുഷ്പാഞ്ജലി സ്വാമിയാരുടെ അവിടെ നിന്നുള്ള താമസം മാറ്റി വേറെ എവിടെയെങ്കിലും പോകാൻ പറഞ്ഞു. അപ്പോൾ അങ്ങയുടെ പെട്ടിയിൽ നിന്നുള്ള മോഷണം നീക്കും, ബാക്കി മോഷണം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പുഷ്പാഞ്ജലി സ്വാമിയാരുടെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇങ്ങനെ വേറൊരു സ്ഥലത്ത് താമസമായി. അവിടെ കുറച്ചുകൂടെ സൗകര്യമായി. അവിടുത്തെ ആളും ചീട്ട് കളിക്കാരനാണ്. അപ്പോൾ അയാൾ കമ്പനി നോക്കിയിരിക്കുകയായിരുന്നു. കൂടി ദിവസവും ചീട്ട് കളിയും സംഗതിയും. ഒരു ദിവസം രാത്രി ഭയങ്കര മഴ. അകത്ത് ഇവർ ചെറിയൊരു വിളക്കും വെച്ചിട്ട് ചീട്ട് കളിക്കുകയാണ്. ചീട്ട് കളിയുമുണ്ട്, മുറുക്കുമുണ്ട് കൂട്ടത്തിൽ. 4 കൂട്ടി മുറുക്കും ഒക്കെ ആയിട്ട് അങ്ങനെ രസത്തിൽ കുണുക്ക് വയ്ക്കുക, ഇതുപോലെയുള്ള കലാപരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ മുറുകി. നല്ല കാറ്റും മഴയും ഒക്കെ ആയി. അപ്പോൾ ഈ ചെറുക്കന് തുപ്പണം, വായിലിങ്ങനെ മുറുക്കാൻ എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ കൂടിക്കൂടി വരുമല്ലോ. അവസാനം ഇങ്ങനെ ഈ രീതിയിലെത്തി. തുപ്പിയേ പറ്റും. തുപ്പാനായിട്ട് വാതിൽ തുറന്നു കഴിഞ്ഞാൽ കാറ്റടിച്ച് വിളക്ക് കെട്ടുപോകും. അതുകൊണ്ട് കുറേ വെയിറ്റ് ചെയ്തു. മഴയൊന്ന് തോർന്നു എന്നായി കഴിഞ്ഞപ്പോൾ ചാടി വാതിൽ തുറന്നിട്ടൊരു ഒറ്റ തുപ്പ്. തുപ്പിക്കഴിഞ്ഞപ്പോൾ മുറ്റത്തു നിന്നൊരു ചോദ്യം, ഉണ്ണിയാണോ അത് എന്ന് ചോദ്യം. ഇപ്പം ഞെട്ടിപ്പോയി. അച്ഛൻ്റെ ശബ്ദം. അച്ഛൻ്റെ നെഞ്ചത്തേക്കാണ് തുപ്പിയിരിക്കുന്നത്. തല എന്നിങ്ങനെ ഒഴുകുന്നു. വാ നിറച്ചങ്ങ് തുപ്പിയതാണല്ലോ. ഉണ്ണിയാണോ അതെന്ന് ചോദിച്ചപ്പോൾ വിളക്ക് പുറത്തെടുത്ത് നോക്കി. അച്ഛനാണ്. അച്ഛൻ തൻ്റെ തുപ്പലിൽ കുളിച്ച് നിൽക്കുന്നു, മുറുക്കാൻ തുപ്പലിൽ. ഹി ഹാഡ് എ ലൈഫ് ഷോക്ക്. എൻ്റെ ഈശ്വര, ഞാൻ എന്തായി ചെയ്തത്. പിന്നെ ചാടി മുറ്റത്തിറങ്ങി കഴുകി തോർത്തി റെഡിയാക്കി അച്ഛനോട് വിശേഷങ്ങൾ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ ഞാനെന്ത് ചെയ്യാനാണ്, ഞാൻ നടന്നു തളിപ്പറമ്പിൽ നിന്ന് ഇവിടെ വരെ. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് രാത്രിയായി. നിന്നെ കണ്ടുപിടിച്ചു. ഞാൻ ഇവിടെ വന്ന് വിളിക്കാം എന്ന് വിചാരിച്ച് മുറ്റത്തെത്തിയപ്പോഴത്തേക്ക് നീ എൻ്റെ മുഖത്തേക്ക് തുപ്പി. ശരി, എന്ത് ചെയ്യാം, ഞാനിത് അനുഭവിക്കാൻ യോഗം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടു. ഇവൻ കാൽക്കലങ്ങ് വീണു. അച്ഛൻ ക്ഷമിക്കണം, ഞാൻ കൂടെ ഈ ദ പ്രോഡിഗൽ സൺ എന്ന് പറയുമല്ലോ, മുടിയനായ പുത്രൻ, ഇങ്ങനെ ആയിപ്പോയി ഞാൻ അത് എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, എനിക്ക് നിന്നോട് യാതൊരു വിഷമവുമില്ല, നീ ഒരു കാര്യം ചെയ്യും, നാളെ നേരം വിളിക്കട്ടെ, നമുക്ക് തിരിച്ചു പോവാം, നിന്നെ കാണാതെ അമ്മയും വിഷമിച്ചിരിക്കുകയാണ്, കഴിഞ്ഞത് കഴിഞ്ഞു, സംഭവിച്ചു പോട്ടെ, അത് പറഞ്ഞിട്ട് കൂടുതൽ കാലുഷ്യം ഉണ്ടാക്കേണ്ടതാണ്. പിറ്റേ ദിവസം രാവിലെ അപ്പോൾ അച്ഛൻ നടന്നും തളർന്നും ഒക്കെ വന്നതല്ലേ, അച്ഛൻ ഉറങ്ങി, മകൻ ഉറക്കം വന്നില്ല. ഈശ്വര, ഞാനിങ്ങനെയൊക്കെ ചെയ്തല്ലോ, ഒടുവിൽ സ്വന്തം അച്ഛൻ്റെ മുഖത്ത് തുപ്പേണ്ടി വന്ന ഒരു
അധമനാണ് ഞാൻ. ഇതിനെല്ലാം കാരണം എൻ്റെ ഈ ചൂതുകളി സ്വഭാവമാണ്. എന്തൊരു മോശമായിപ്പോയി. നിങ്ങളൊന്ന് ആലോചിച്ചേ, മഹാഭാരത യുദ്ധത്തിൻ്റെ അടിസ്ഥാനം ധർമ്മപുത്രരുടെ ചൂതുകളി ഭ്രമമാണ് അല്ലേ? ഒരു തവണയല്ല, 2 തവണ. അതേ തുടർന്ന് നടന്ന സംഭവങ്ങൾ, അതിൽ പാഞ്ചാലിക്ക് സംഭവിച്ച അഭിമാനക്ഷതം, ആ അഭിമാനം വീണ്ടെടുക്കാനുള്ള ശ്രമം, ഇതൊക്കെയാണ് മഹാഭാരതത്തിൻ്റെ എസൻസായിട്ട് പുറകിൽ പ്രവർത്തിക്കുന്നത്. കോർ ഇഷ്യൂ ചൂതുകളിയായിരുന്നു. വാസ്തവത്തിൽ ധർമ്മപുത്രർ ചൂതുകളിക്ക് പോയിരുന്നില്ല എന്ന് വയ്ക്കുക. ശകുനിയും വെല്ലുവിളിച്ചു, ദുശാസനൻ വെല്ലുവിളിച്ചു, ആ നീയും വിളിച്ചോ, ഞാനില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ. ബട്ട് ഹി കുഡ് നോട്ട് ഡു ദാറ്റ്. അതാണ് ചൂതുകളിയുടെ ആകർഷണം. അപ്പോൾ അതിൽ ഇവനും അങ്ങനെ തോന്നി, ഈശ്വരൻ ഞാൻ പെട്ടുപോയല്ലോ ഇതിൽ. അതുകൊണ്ട് ഞാനിനി ഒരു വർഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭജനം ഇരിക്കാൻ പോവാണ്. അപ്പോഴേക്കും നേരം വെളുത്തു. കുളിയും പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, മോനെ നമുക്ക് പോവാം, തിരിച്ചു പോവാം, ഇനിയിപ്പോൾ മതി, ഇനഫ് ഈസ് ഇനഫ്. ഇത് പറഞ്ഞു, അച്ഛൻ ഞാൻ വരുന്നില്ല, ഞാൻ ചൂതുകളി നിർത്തി, പക്ഷെ ഞാൻ തളിപ്പറമ്പിലേക്കില്ല, ഒരു വർഷം പത്മനാഭദാസനായിട്ട് ഇവിടെ ഇരുന്നോളാം എന്ന് ഞാൻ വാക്ക് കൊടുത്തിരിക്കുന്നു. ഇനി ഒരു വർഷം കഴിഞ്ഞ് ഞാൻ വരാം, അച്ഛൻ പോയിക്കോളും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അമ്മയുടെ കാര്യം നീ ആലോചിച്ച് നോക്ക്. അമ്മയോട് ഞാനെന്ത് സമാധാനം പറയും? അത് സാരമില്ല, അച്ഛൻ പറഞ്ഞാൽ മതി. അച്ഛൻ എന്നെ കണ്ടു, ഞാൻ സന്തോഷമായിട്ട് ഇവിടെയുണ്ട്, ഞാൻ ഈ കലാപരിപാടിയൊക്കെ നിർത്തി, ഈ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ വന്ന് അമ്മയെ കാണും എന്ന് പറഞ്ഞാൽ മതി. അത്രയേ ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ. പത്മനാഭസ്വാമിക്ക് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റുള്ളൂ. എന്നിട്ട് ഇവൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പത്മാസനത്തിൽ ധ്യാനത്തിൽ ഇരുന്നു. അത് കണ്ടപ്പോൾ അച്ഛൻ നമ്പൂതിരിക്ക് ഉള്ളിൽ മനസ്സിലായി, ഹി ഹാസ് ബീൻ റിഫോംഡ്. അവനെ പത്മനാഭൻ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ്റെ ആ ഇരിപ്പ്, മുഖത്തെ ഭാവം, ഇതൊക്കെ കണ്ടപ്പോൾ അച്ഛൻ നമ്പൂതിരിയും ഒരു സാത്വികനാണല്ലോ, തിരിച്ചറിയാൻ പറ്റി അദ്ദേഹത്തിന്. ഇനിയിപ്പോൾ അവനെ വിളിച്ചാൽ അവൻ വരില്ല, അവൻ പത്മനാഭൻ്റെ കസ്റ്റഡിയിലാണ്, ഭദ്രമായിട്ടിരുന്നോളും, എനിക്ക് സമാധാനമായിട്ട് പോകാം. അദ്ദേഹം തിരിച്ചുപോയി. ഇയാൾ ഒരു വർഷം അവിടെ തപസ്സിരുന്നു പത്മനാഭസ്വാമിയുടെ അവിടെ. പിന്നെ പല സ്ഥലത്ത് മൂകാംബികയിൽ അവിടെ ഇവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ വീട്ടിലെത്തി. അപ്പോഴത്തേക്ക് അച്ഛനും അമ്മയ്ക്കും തീരെ വയസ്സായിട്ട് മോനെ നീ വന്നു, വലിയ സന്തോഷം, അവസാന കാലത്തെങ്കിലും എത്തിയല്ലോ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ എത്തിയിട്ടില്ല, ഞാൻ കാശിക്ക് പോവുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഞങ്ങളും വരാം, ഇനിയിപ്പോൾ നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല, നീ കാശിക്ക് പോകുന്ന നല്ല കാര്യമാണ്, ഞങ്ങളും കാശിക്ക് പോകേണ്ടവരാണ്. കാരണം ഹിന്ദു സമ്പ്രദായം അനുസരിച്ച് ഈ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, സാധാരണ ആരും ഈ വാനപ്രസ്ഥവും സന്യാസവും ചെയ്യാറില്ല. ഗാർഹസ്ഥ്യം കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം തീരും, ഗൃഹസ്ഥനായി തന്നെ ജീവിതം തീരും. ഗൃഹസ്ഥനായി നിങ്ങളുടെ മറ്റ് ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ തീർന്നെങ്കിൽ പിന്നെ നിങ്ങൾ വാനപ്രസ്ഥത്തിന് പോവുകയാണ് വേണ്ടത്. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസ് ആണ്. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നു, നിങ്ങളെ താമസിപ്പിക്കുന്നവർ താമസിപ്പിക്കുന്നു, അല്ലെങ്കിൽ പൊതുസ്ഥലത്ത്, സത്രത്തിൽ, എവിടെയാണോ സ്ഥലം കിട്ടുന്നത്, റെയിൽവേ സ്റ്റേഷനിലാവാം, ബസ് സ്റ്റാൻഡിലാവാം, അവിടെ നിങ്ങൾ താമസിക്കുക. നിങ്ങൾക്കാവുന്ന പോലെ മറ്റുള്ളവരെ സേവിക്കുക, നിങ്ങളെ ഇങ്ങോട്ട് സേവിക്കാൻ അനുവദിക്കാതിരിക്കുക. ഇതാണ് ബ്രഹ്മചര്യം, വാനപ്രസ്ഥം. ഇത് കഴിഞ്ഞാൽ പിന്നെ സന്യാസം. സന്യാസം എങ്ങനെയാണ്? നേരെ വടക്കോട്ട് ഹിമാലയം ലക്ഷ്യമാക്കിയിട്ട് മിനിമം കാശിയെങ്കിലും ലക്ഷ്യമായിട്ട് നടക്കുക. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ വീണ് മരിക്കും, ആരെങ്കിലും എടുത്ത് നിങ്ങളെ ദഹിപ്പിക്കും. നിങ്ങൾ ഇപ്പോൾ ഈ ഞാനൊക്കെ ചെയ്യുന്നില്ല, ഈ വീഡിയോ ഉണ്ടാക്കുക, നാട്ടുകാരെ ഉപദേശിച്ച് നന്നാക്കുക, ഇതൊന്നും ഹിന്ദു ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഇത് ധർമ്മവിരുദ്ധമായ കാര്യമാണ്. ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞാൽ സ്ഥലം വിടുക എന്നുള്ളതാണ് വാനപ്രസ്ഥത്തിൻ്റെ സന്ദേശം. അത് കഴിഞ്ഞാൽ സന്യാസം. അല്ലാതെ വീട്ടിൽ തന്നെ താമസിച്ച് വടക്കോട്ട് പോകുന്ന പിള്ളേരെ തെക്കോട്ട് പോകാൻ നീ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് കുഴപ്പമുണ്ടാക്കുന്നത് ഹിന്ദു ധർമ്മത്തിൽ എൻവിസേജ് ചെയ്തിട്ടില്ല. നെവർ മാനിപ്പുലേറ്റ് യുവർ ഓൺ ചിൽഡ്രൻ. ദേ ഹാവ് എ ലൈഫ്, ദേ നോ ഹൗ ടു ലിവ്. And if they are choosing a disaster path, give them a warning, that's all. No, it's not your duty to make them live. അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എല്ലാ അച്ഛനമ്മമാരും മരിക്കുന്നത് വരെ മകനെ ഉപദേശിച്ച് അവനെ ഒരു വഴിക്ക് കൊള്ളാത്തവനാക്കി മാറ്റി.
നിങ്ങൾ എത്രയോ പേരെ കണ്ടിട്ടില്ലേ, ഒരച്ഛൻ മരിച്ചു കഴിയുമ്പോൾ മക്കൾ ആ ബിസിനസ് വലുതാക്കിയിട്ട് വലിയ കെട്ടിടമൊക്കെ കെട്ടി ഫ്ലറിഷ് ചെയ്യും. ഈ അച്ഛനായിരുന്നു ബിസിനസ്സിന് തടസ്സം. കാരണം ഈ അപ്പൂപ്പൻ ഒന്നിനും സമ്മതിക്കാറുന്നവർ കടമുറി നമുക്ക് വലുതാക്കാൻ വേണ്ട ഇപ്പം എന്താ കുഴപ്പം, ഇതൊക്കെ മതി സ്റ്റാറ്റസ് കോ. അച്ഛാ AC ഒക്കെ ഇടാം, അപ്പോഴേ കൂടുതൽ ആൾക്കാരൊക്കെ വരുള്ളൂ. പഴയ കാര്യം എന്ത് AC-യുടെ കാര്യം, ഇവിടെ ചൂടൊന്നുമില്ല, അതൊക്കെ വന്നോളൂ, നമ്മൾ ഉള്ളതൊക്കെ മതി. ഈ മനുഷ്യന് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കട വലുതാകാൻ സമയം. അവസാനം ഒരു ദിവസം ഇങ്ങനെ എങ്ങനെയെങ്കിലും ചാകുമല്ല. ചത്ത് ഒരു കണക്കിന് 16 അടിയന്തരം കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്നത് കട അങ്ങോട്ട് വികസിപ്പിച്ച് AC ഒക്കെ ഇട്ട് ഗ്ലാസ്സൊക്കെ മാറ്റി സിനിമാ നടിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് സംഗതി അങ്ങോട്ട് 10 ടൈംസ് വലുതാവും. ഇല്ലേ, കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ അച്ഛൻ തടസ്സമായിരുന്നോ അനുഗ്രഹമായിരുന്നോ? അതുകൊണ്ടാണ് ഹിന്ദു സമാജത്തിൽ വാനപ്രസ്ഥം എന്ന സ്റ്റെപ്പ് വന്നത്. അത് കഴിഞ്ഞ് സന്യാസം, എല്ലാം വിട്ടിട്ടങ്ങ് മരിക്കാനിറങ്ങുക. സന്യസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മചര്യം അത് ഇത്, അപ്പോഴത്തേക്ക് ബ്രഹ്മചര്യമൊക്കെ തന്നെ ആയിക്കോളും, അത്രയ്ക്ക് വയസ്സായില്ലേ. പിന്നെ ഇദ്ദേഹം വിചാരിച്ചാൽ തന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ പോണില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എവിടെയെങ്കിലും വെച്ച് മരിക്കും. ഇങ്ങനെ മരിക്കുന്നത് തന്നെ എൻവിസേജ് ചെയ്തിട്ടുണ്ട്, ഈ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മരിക്കാതെ ഹിമാലയം വരെ എത്തിയെന്ന് വയ്ക്കുക. കുറേ ദൂരം നടന്നു കഴിയുമ്പോൾ ഭാര്യയോ ഭർത്താവോ മുമ്പിലും പുറകിലും ആയിപ്പോവും. രണ്ടുപേർക്കും ഒരേപോലെ നടക്കാനൊന്നും പറ്റില്ല. പുറകിലുള്ള ആൾ എപ്പോഴോ ഒരിക്കൽ മരിക്കും, മുന്നോട്ട് പോകുന്ന ആൾ അറിയുക പോലുമില്ല. നിങ്ങളുടെ ഭാര്യ പുറകിൽ എവിടെയോ വെച്ച് മരിച്ചുപോയി എന്ന് നിങ്ങൾ അറിയുന്നത് എത്രയോ ദൂരം നടന്നു കഴിഞ്ഞായിരിക്കും. അപ്പോഴേക്ക് ഭാര്യ മഞ്ഞിൽ പൊതഞ്ഞ്, നിങ്ങൾക്ക് ആ ഏരിയ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ദാറ്റ് ഈസ് ദ വേ. സോ ഈ ആളുകളെ ട്രബിൾ ചെയ്യുക എന്നുള്ളൊരു സങ്കല്പം ഹിന്ദു സമാജത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എല്ലാ വ്യവസ്ഥകളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് സ്വയം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും, മാറി നടക്കേണ്ടി വരും, സ്വയം മരിച്ചു കൊടുക്കേണ്ടി വരും. മരിച്ച് ഒഴിഞ്ഞു കൊടുക്കുക. അമ്മാവൻ ചത്ത് കട്ടിലൊഴിയുക എന്ന് പറയാറില്ലേ? ഈ കട്ടിൽ ഒഴിയണം അമ്മാവൻ, അല്ലാതെ മരിക്കാതെ 95ആയി 100ആയി 110ആയി അമ്മാവൻ ചാകുകയില്ല. അമ്മാവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, വെറുതെ കാശ് മുടക്കുക, പിന്നെ അമ്മാവനെ കാണാൻ വരുന്നവർക്ക് ചാപ്പാട് കൊടുക്കുക, ചായ കൊടുക്കുക, ഇങ്ങനെ ചെയ്ത് വീട്ടുകാർ മുടിഞ്ഞു പോകും. അമ്മാവൻ എപ്പോഴും ചാകുന്നില്ല, എന്തു ചെയ്യും? ഇങ്ങനൊരു സിസ്റ്റം നമ്മളുടെ കാഴ്ചപ്പാടിലില്ല. എണീറ്റ് എങ്ങോട്ടെങ്കിലും പൊക്കോളണം. നിങ്ങളുടെ പുതിയ തലമുറ നിങ്ങളുടെ പിന്നാലെ വരുന്നു, ഒന്നെങ്കിലും വഴിമാറി കൊടുക്കുക, അല്ലെങ്കിൽ മരിച്ചു കൊടുക്കുക. രണ്ടിലൊന്നും ചെയ്യാതെ അവരെ ഉപദ്രവിക്കരുത്, അവരെയും ജീവിക്കാൻ സമ്മതിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുമായിട്ടാണ് ഈ നമ്പൂതിരി ദമ്പതികളും മകനും കൂടെ കാശിക്ക് പോയി. കാശിയിൽ വെച്ചാണ് ഈ അച്ഛൻ നമ്പൂതിരിയും അമ്മ അന്തർജനവും മരിക്കുന്നത്. ഇദ്ദേഹം ദീർഘകാലം താപസനായിട്ട് കാശിയിൽ ഉണ്ടായിരുന്നതാണ്. ഇതിൽ നമ്മളാകെ കൂടെ നോക്കുമ്പോൾ നമ്മളെപ്പോലത്തെ ഒരു സാധാരണ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളാണിത്. ഒരേ ഒരു മകൻ, അവൻ തലതെറിച്ച് പോകുന്നു, എന്ത് ചെയ്യും? ഇറ്റ്സ് എ റിയൽ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ പല രീതിയിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു, അധ്യാപകനെ കൊണ്ട് അഡ്വൈസ് ചെയ്യിക്കുന്നു, അമ്മാവൻ വന്ന് ചെവിക്ക് പിടിക്കുന്നു, എന്നിട്ടും ഒന്നും ചെറുക്കൻ ശരിയാകുന്നില്ല. എന്താ ഇതിന് മാർഗം? അപ്പോഴും ഒരു മാർഗം തുറന്നു കിടക്കുന്നു, ആ മാർഗം പാരലായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ഈശ്വര സേവയാണ്. അതാണ് പുല്ലങ്കോട് നമ്പൂതിരി നിരന്തരം ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ഫലമുണ്ടാകുകയും ചെയ്തു. അദ്ദേഹം ചെയ്ത മരുന്ന്, ഗർഭകാലത്ത് കൊടുത്ത മരുന്ന്, അതൊന്നും ഏറ്റില്ല. പക്ഷേ അത് ഏറ്റു എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നു. കാരണം അല്പം ലേറ്റായെങ്കിലും ഇവൻ ശരിയായ പാതയിലേക്ക് വന്നത് ആ കൊടുത്ത മരുന്നുകളുടെ, ആ പൂജിച്ചു കൊടുത്ത വെണ്ണയുടെ ഒക്കെ ഭാഗമായിട്ടാണ്. ഈ പ്രായത്തിലെങ്കിലും അവൻ തിരിച്ചു വന്നത്. അതും സംഭവിച്ചില്ലായിരുന്നെങ്കിലോ സാർത്ഥകമായ ഒരു ജീവിതം അവൻ ജീവിച്ചു. കുറേ കാലം ഇങ്ങനെ ചൂതുകളിൽ പെട്ട് പോയെങ്കിലും നമ്മളും എല്ലാം ജീവിതത്തിൻ്റെ കുറച്ച് ഭാഗം ചിലപ്പോൾ വഴിതെറ്റിയൊക്കെ സഞ്ചരിച്ചു എന്ന് വരും. അതിൽ ഖേദിക്കാനൊന്നുമില്ല. എത്രയോ പേർക്ക് വഴിതെറ്റിയിരിക്കുന്നു, നമുക്കും തെറ്റി. നമ്മൾ നേരായ വഴി തിരിച്ചറിയുമ്പോൾ അതിലേക്ക് വരിക. പണ്ട് ഞാൻ വഴിതെറ്റിപ്പോയിരുന്നു എന്ന് പറഞ്ഞുള്ള ഓർമ്മകൾക്ക് ആ വാതിലങ്ങടച്ച് കുറ്റിയിടുക. അത് പിന്നെ ഒരു ഡെഡ് മെമ്മറിയാണ്. അത് കളഞ്ഞു വെക്കുക. ശോഭനമായ ഒരു പാതയുണ്ട്, അതിലൂടെ മുന്നോട്ട് പോവുക. ഈശ്വരനെ കൈവിടാതിരിക്കുക. ഈശ്വരൻ നിങ്ങളെയും കൈവിടുകയില്ല. ഇനി ഈശ്വര വിശ്വാസം ഇല്ലെങ്കിലോ നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കണമെന്ന് ഈശ്വരനെ യാതൊരു നിർബന്ധവുമില്ല. അദ്ദേഹത്തിന് നിങ്ങളെ സംരക്ഷിക്കാൻ അറിയാം. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല അങ്ങേര് ചെയ്യുന്നത്. ഗുരുവായൂരപ്പന് നിങ്ങൾക്ക് വിശ്വാസമില്ലായിരിക്കാം, പക്ഷേ ഗുരുവായൂരപ്പന് നിങ്ങളെ സംരക്ഷിക്കാനുള്ളൊരു ബാധ്യതയുണ്ട്.
അതുകൊണ്ട് വെദർ യു ബിലീവ് ഇൻ ഹിം ഓർ നോട്ട്, ഹി വിൽ പ്രൊട്ടക്റ്റ് യു. താങ്ക് യു.